ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിലെ തന്നെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബും ആഗോള ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബുമായ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് സീപോർട്ട് ട്രിവാൻഡ്രത്തിൻ്റെ സാറ്റലൈറ്റ് വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഈ സാറ്റലൈറ്റ് വ്യൂയുടെ പ്രത്യേകതകൾ എന്തെന്ന് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും വളരെ പരിചിതമാണ്. ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മൾ പോർട്ട് ചെന്നിട്ട് സെക്കൻഡ് ഫേസിൻ്റെ വർക്കുകൾ, അതായത് ഫസ്റ്റ് ഫേസിൻ്റെ വർക്കുകൾ നടക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ രൂപത്തിൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. എല്ലാവരും വീഡിയോ കണ്ടു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. വർഷങ്ങൾക്ക് മുന്നെയാണ് നമ്മളത് ചെയ്തുകൊണ്ടിരുന്നത്, 1-2 വർഷമായിട്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എത്ര ശതമാനമാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് തീർച്ചയായിട്ടും വീഡിയോയിൽ കാണാനായി സാധിക്കില്ല. കാരണം വളരെ ഫാസ്റ്റായിട്ട് ഹെവി എക്യുപ്മെൻറ്റ്സും ട്രെയിലർ ലോറികൾ ഉൾപ്പെടെ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നതും ലോറികൾ സൈറ്റിലേക്ക് പോകുന്നതും മാത്രമേ നമുക്ക് വീഡിയോയിൽ കാണാനായി സാധിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ ഈ കാണുന്ന സാറ്റലൈറ്റ് വ്യൂവിലൂടെ നമുക്ക് മെഷർമെൻ്റ് എടുക്കാനായി സാധിക്കും. നമ്മൾ കണ്ട വർക്ക് എത്ര ശതമാനം കംപ്ലീറ്റ് ആയെന്ന് ഓരോ ആഴ്ചയിലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ മെഷർമെൻറ്റ് രൂപത്തിൽ നമ്മൾ സാറ്റലൈറ്റ് വ്യൂ എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതറിയാനായി സാധിക്കും. അപ്പം നമ്മൾ വർക്ക് അപ്ഡേഷൻ്റെ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നമ്മൾ മെഷർമെൻറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ പോർട്ടിൽ നടക്കുന്ന വർക്ക് എത്ര മീറ്റർ അല്ലെങ്കിൽ എത്ര ശതമാനം കംപ്ലീറ്റ് ആയെന്ന് തീർച്ചയായിട്ടും നമുക്ക് ഈ വ്യൂ ഒന്ന് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ സെക്കൻഡ് ഫേസിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പോർട്ടിൻ്റെ ഏറ്റവും വലിയ വർക്ക്, അതായത് വളരെ വേഗത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന 3 വർക്കുകളാണ് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്ന് നമ്മളെ കാണുന്ന ബ്രേക്ക് വാട്ടർ, ബർത്ത്, യാർഡ് എക്സ്റ്റൻഷൻ, ഈ 3 വർക്ക് അല്ലാതെയും ധാരാളം വർക്ക് പോർട്ട് റിലേറ്റായി നടക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് എളുപ്പം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് അതെല്ലാം നടക്കുന്നുണ്ട്. 2028 കൂടി ഈ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ പോർട്ട് ഫുൾ ഫ്ലെഡ്ജിൽ വർക്കാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടർ, ബർത്ത്, യാർഡ് എക്സ്റ്റൻഷൻ, ഈ 3 വർക്കിൻ്റെയും ലേറ്റസ്റ്റ് വീഡിയോ അപ്ഡേഷൻ രൂപത്തിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അതിനുശേഷം നമുക്ക് ഈ പറയുന്ന സാറ്റലൈറ്റ് വ്യൂയിലൂടെ മെഷർമെൻറ്റ് രൂപത്തിലേക്ക് പോകാം. നമുക്ക് പോകാം ഡീറ്റെയിൽ മെഷർമെൻറ്റ് അപ്ഡേഷനിലേക്ക്. ആദ്യമായി നമുക്ക് നോക്കാൻ പോകുന്നത്, നമുക്ക് വളരെ വ്യക്തമായിട്ട് സാറ്റലൈറ്റിൽ തന്നെ ഇത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്ക് മെഷർമെൻ്റാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ഒന്ന് സൂം ചെയ്തതിന് ശേഷം വളരെ ഈസി ആയിട്ട് ഇങ്ങനെ മെഷർമെൻ്റ് എടുക്കാനായി സാധിക്കും. നമ്മൾ ഈ ബ്രേക്ക് വാട്ടർ ഫസ്റ്റ് ഫേസിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് 2960 മീറ്ററാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സെക്കൻഡ് ഫേസിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ മറൈൻ ഡംപിങ് നടക്കുന്നുണ്ട്. കടലിലൂടെയുള്ള ഹെവി സ്റ്റോണിങ്, അതായത് നമ്മൾ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ നമ്മളീ കാണുന്ന 10 മീറ്റർ വീതിയുള്ള റോഡിൻ്റെ മുകളിലൂടെ ലോറികളിലായിട്ട് ഡംപിങ് നടക്കും. 2 രീതിയിൽ ഡംപിങ് ഡേ നൈറ്റ് നടത്തി വർക്ക് മുന്നോട്ട് പോകുന്നത് വീഡിയോ രൂപത്തിൽ നമ്മൾ പലപ്പോഴും കണ്ടതാണ്. പക്ഷെ നമുക്ക് എത്രയാണ് വർക്ക് കംപ്ലീറ്റ് ആയെന്ന് അറിയണമെങ്കിൽ മെഷർമെൻറ്റ് തന്നെ പോകണം. നമുക്ക് ആ മെഷർമെൻറ്റിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് 3 കിലോമീറ്ററോളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2960 മീറ്ററൊന്നും 40 മീറ്ററോളം കംപ്ലീറ്റ് ഉണ്ട്. ചെറിയൊരു വേരിയേഷൻ തീർച്ചയായിട്ടും വരും. അപ്പോൾ കഴിഞ്ഞ നമ്മൾ അപ്ഡേഷൻ എടുത്ത സമയത്തും ഏകദേശം 40 മീറ്ററാണ് നമ്മൾ കണ്ടത്. കാരണം ബ്രേക്ക് വാട്ടർ ആയതിനാൽ നമ്മൾ ഈ കടലിൽ നമ്മൾ ഈ കാണുന്ന പോർട്ടിൻ്റെ സൈഡിലെ, അതായത് ഈ പോർട്ടിൻ്റെ പല ഭാഗത്തും 20 മീറ്റർ മുതൽ 25 മീറ്റർ വരെയാണ് ആഴമുള്ളത്. അതിനാൽ നമുക്ക് ഈ 1 മാസം അല്ല 1.5 മാസം കൂടുമ്പോഴേ ആ അപ്ഡേഷൻ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായി സാധിക്കും. അല്ലെങ്കിൽ ചെറിയ ചെറിയ വേരിയേഷനെ നമുക്ക് വരുള്ളൂ. പക്ഷേ നമ്മുടെ ഈ സാറ്റലൈറ്റ് വ്യൂ എന്നുള്ള മെഷർമെൻറ്റിൽ ഏകദേശം പെർഫെക്റ്റ് ആയിട്ടാണ് മെഷർമെൻറ്റ് വന്നിട്ടുള്ളത്. 3 കിലോമീറ്റർ തീർച്ചയായിട്ടും 3 ശകലം കൂടാനേ ചാൻസ് വളരെ കൂടുതലുള്ളൂ വന്നിട്ടുള്ളത്. കാരണം അങ്ങനെ പറയാൻ കാരണം ഈ മറൈൻ ഡംപിങ് നടക്കുന്നത് കടലിൻ്റെ അടിയിലോട്ട് ഈ പറയുന്ന 125 മീറ്ററോളം സ്റ്റോണ് ഫില്ല് ചെയ്തിട്ട്, കാരണം കടലിൻ്റെ അടിയിൽ വീതി എന്ന് പറയുന്നത്, ഈ ബ്രേക്ക് വാട്ടറിൻ്റെ വീതി എന്ന് പറയുന്നത് 125 മീറ്ററാണ്. അത്രത്തോളം സ്റ്റോൺ ഡംപ് ചെയ്യുന്നു. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ ഈ കാണുന്ന പൊസിഷൻ ബാർജിൻ്റെ, നമുക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ട് പൊസിഷൻ ബാർജിൻ്റെ സൈഡിലായിട്ട് സ്പ്ലിറ്റ് ബാർജ് വന്നതിന് ശേഷം ഡംപ് ചെയ്യുന്നു. പൊസിഷൻ അങ്ങനെ ചേഞ്ച് ചെയ്ത് ഏകദേശം 125 മീറ്ററോളമാണ് അതിൻ്റെ വീതി എന്ന് പറയുന്നത് ബ്രേക്ക് വാട്ടർ. ഏറ്റവും മുകളിൽ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന 10 മീറ്റർ വീതിയും നമുക്ക് ഇതിൻ്റെ ഹൈറ്റ്, അതായത് നമുക്ക് കാണാൻ പറ്റുന്ന ഹൈറ്റ് 8 മീറ്ററുമാണ്. അപ്പോൾ 125 മീറ്റർ അത്രത്തോളം ഹൈറ്റ് കയറി വരുമ്പോൾ വളരെ എല്ലാ ആഴ്ചയിലും നമുക്ക് അത്രയും ദൂരം കൂടുതലായിട്ട് നമുക്ക് അറിയാനായി സാധിക്കില്ല. നമുക്ക് കടലിൻ്റെ ആഴം നമുക്കറിയാം 20 മുതൽ 25 മീറ്റർ വരെയാണ്. ഏകദേശം 40 മീറ്ററോളം വളരെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 2028 ആകുമ്പോൾ 1040 മീറ്റർ കൂടി കംപ്ലീറ്റ് ചെയ്ത് 4000 മീറ്ററിലേക്കാണ് നമ്മൾ ഈ ബ്രേക്ക് വാട്ടർ പോകുന്നത്. ഇപ്പോൾ നിലവിൽ 2960 മീറ്റർ ഉണ്ട്. 1040 മീറ്റർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ എക്സ്റ്റൻഷൻ 2028 ആകുമ്പോൾ 4000 മീറ്ററിലേക്ക് മാറും. ഇതാണ് നമ്മുടെ നിലവിലെ
ബ്രേക്ക് വാട്ടറിൻ്റെ കറണ്ട് മെഷർമെൻറ്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ബോട്ടിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ വർക്ക് എന്ന് പറയുന്നത് നമ്മളീ കാണുന്ന ബെർത്തിനോട് ചേർന്നിട്ടുള്ള യാർഡ് അസെറ്റ്സിൻ്റെ വർക്കുകളുമാണ്. നിലവിലെ ബെർത്തിൻ്റെ നീളം 800 മീറ്ററാണ് നമ്മൾക്കിവിടെ കാണാനായി സാധിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഫസ്റ്റ് ഫേസിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത സമയത്ത് 800 മീറ്ററാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. നമുക്ക് ബെർത്ത് പോർഷനും ബെർത്തിൽ നിൽക്കുന്ന കപ്പലും പിന്നെ യാർഡ് പോർഷനും യാർഡിലെ കണ്ടെയ്നറും നമുക്ക് കാണാൻ സാധിക്കും. ഈ കപ്പലൊന്നും കറണ്ട് അപ്ഡേഷൻ അല്ല, എന്നാലും നമുക്ക് ഈ പറയുന്ന യാർഡിലെ കണ്ടെയ്നറുകളും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. നമുക്ക് ഈ 800 മീറ്ററാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറയുണ്ടായി. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി മെഷർമെൻറ്റ് നമുക്ക് നോക്കാം. ഇവിടെ നിന്നും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കറക്റ്റ് 800 മീറ്ററാണ് ഈ പറയുന്ന ബെർത്തിൻ്റെ പോർഷൻസ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫേസിൻ്റെ ഭാഗമായിട്ട്. സെക്കൻഡ് ഫേസിൽ 1200 മീറ്റർ കൂടി കംപ്ലീറ്റ് ചെയ്ത് 2028 കൂടി കംപ്ലീറ്റ് ചെയ്ത് 2000 മീറ്ററിലേക്കാണ് ബെർത്തിൻ്റെ നീളം വർദ്ധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ കാണുന്ന നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്ക് വാട്ടർ 4000 മീറ്ററും ബെർത്ത് 2000 മീറ്ററുമാണ് 2028 കൂടി കംപ്ലീറ്റ് ചെയ്യുന്നത്. ബ്രേക്ക് വാട്ടർ തന്നെ ഇപ്പോൾ നിലവിൽ 3000 മീറ്റർ ആയിട്ട് നമ്മൾ തൊട്ട് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഈ പറയുന്ന ബെർത്തിനോട് ചേർന്നിട്ടുള്ള യാർഡ് പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 800 മീറ്റർ ഇവിടെ കംപ്ലീറ്റ് ആകുമ്പോൾ യാർഡും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2028 1200 മീറ്റർ കൂടി കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് 80 ഹെക്ടറോളം ലാൻഡ് പൂർണ്ണമായിട്ടും നമ്മൾ ട്രെഡ് ചെയ്ത മണൽ ഉപയോഗിച്ച് നികത്തിയെടുത്ത് ബെർത്തിനോടൊപ്പം തന്നെ യാർഡിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ആവുക തന്നെ ചെയ്യും. ആ വർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ കാണുന്ന കരയിൽ നിന്നും ഒരു എക്സ്റ്റൻഷൻ, അതായത് കടലിലേക്ക് പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഹെവി സ്റ്റോൺ ഇട്ട് ഫില്ല് ചെയ്ത് മുന്നോട്ട് പോകുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ് എത്ര മീറ്ററാണ് നമ്മൾ വീഡിയോ രൂപത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എത്ര മീറ്ററാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ ഇവിടെ മെഷർമെൻറ്റിലൂടെ കാണാൻ സാധിക്കുന്ന ഏകദേശം 252 മീറ്ററോളം കരയിൽ നിന്നും കടലിലേക്ക് ആ ഒരു എക്സ്റ്റൻഷൻ വന്നതായിട്ടാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ കഴിഞ്ഞ ആഴ്ചയിൽ മെഷർമെൻറ്റും ഉണ്ടായിരുന്നു. ഈ ആഴ്ചയിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, മെഷർമെൻറ്റ് അപ്ലോഡ് ചെയ്തിരുന്നില്ല. കഴിഞ്ഞ ആഴ്ചയിൽ മെഷർമെൻറ്റും ഈ ആഴ്ചയിലെ മെഷർമെൻറ്റും തീർച്ചയായിട്ടും കമ്പയർ ചെയ്താൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാനായി സാധിക്കും. 1-2 ആഴ്ച കൊണ്ടുള്ള വ്യത്യാസം തീർച്ചയായിട്ടും ഡേ നൈറ്റാണ് വർക്കുകൾ നടക്കുന്നത്. എത്ര മീറ്ററാണ് മുന്നോട്ട് പോയിട്ടുള്ളതെന്ന് തീർച്ചയായിട്ടും നമുക്ക് കണ്ട് മനസ്സിലാക്കാനായി തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ 252 മീറ്ററോളം പ്ലസ് ഓർ മൈനസ് ചെറിയൊരു വേരിയേഷൻ വരും, പെർഫെക്റ്റ് ആവണമെന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന റോഡ് പോലെ കാണുന്ന എക്സ്റ്റൻഷൻ്റെ വീതി എത്ര മീറ്റർ ആണെന്ന് നമുക്ക് ജസ്റ്റ് നമുക്ക് നോക്കാം. ഏകദേശം 36 മീറ്റർ 30 മീറ്റർ ആയിരിക്കും, പ്ലസ് ഓർ മൈനസ് ചെറിയൊരു വേരിയേഷൻ വരും. സെൻട്രൽ ഒരു 10 മീറ്റർ വീതിയുള്ള റോഡും ഇരുവശങ്ങളിലുമായിട്ട് 30-35 മീറ്റർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഇത് മുന്നോട്ട് റോഡിൻ്റെ വർക്കുകൾ മുന്നോട്ട് പോവുകയാണ്. റോഡല്ല, ഈ എക്സ്റ്റൻഷൻ വർക്കുകൾ മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ പോയിട്ട് ഇതൊരു ആംഗിൾ ടൈപ്പ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഈ സ്ക്വയർ രൂപത്തിൽ പല രൂപത്തിൽ നമുക്കിങ്ങനെ ഈ ഒരു എക്സ്റ്റൻഷൻ ആക്കി എടുത്തതിന് ശേഷം ട്രെഡ് ചെയ്ത മണൽ ഉപയോഗിച്ച് നമ്മൾ ഘട്ടങ്ങളായിട്ട് നികത്തിയെടുക്കുകയാണ് ഈ പറയുന്ന യാർഡ് എക്സ്റ്റൻഷൻ വർക്കുകൾ ഫസ്റ്റ് ഫേസിൽ നടന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ആയിരിക്കും സെക്കൻഡ് ഫേസിലും ഈ വർക്കുകൾ മുന്നോട്ട് പോവുക. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മെഷർമെൻറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞത് നമ്മുടെ ഈ പറയുന്ന ബെർത്തും ബ്രേക്ക് വാട്ടറും യാർഡ് എക്സ്റ്റൻഷനും ഈ മൂന്നിൻ്റെയും മെഷർമെൻറ്റ് ഏകദേശം നമുക്ക് മനസ്സിലാക്കാനായി സാധിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ കണക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ഇതാ വളരെ ദൂരെയല്ല, ഏകദേശം 1.25 കിലോമീറ്റർ 1700 മീറ്ററാണ് നമ്മൾ ഈ കാണുന്ന യാർഡിൻ്റെ ഭാഗത്തും അല്ലെങ്കിൽ മെയിൻ ഗേറ്റിൻ്റെ നമ്മൾ ഈ കാണുന്ന പോർട്ടിൻ്റെ മെയിൻ ഗേറ്റ് മുതൽ NH66 വരെ ഏകദേശം 1700 മീറ്ററാണ്. നമുക്ക് ആ മെഷർമെൻറ്റ് കൂടി നമുക്കൊന്ന് നോക്കാം. നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ വീഡിയോ രൂപത്തിൽ കാണിച്ചിട്ടുള്ളതാണ്, മെഷർമെൻറ്റ് കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അപ്ഡേഷൻ എല്ലാ ആഴ്ചയിലും ഉള്ളതാണ്. ചെറിയൊരു വേരിയേഷൻ വരുമെന്നേ ഉള്ളൂ. ഇതാണ് NH66. ഏകദേശം കറക്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1700 മീറ്ററാണ്, 1.25 കിലോമീറ്റർ 1700 മീറ്ററാണ് നമ്മൾ ഈ പറയുന്ന ഇതിൻ്റെ മെയിൻ ഗേറ്റ് മുതൽ NH66 വരെയുള്ള മെഷർമെൻറ്റ്. ഇതിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഗേറ്റ് വേ ഓപ്പൺ ആക്കണമെങ്കിൽ കണക്ടിവിറ്റി വേണം. നിലവിൽ മെയിൻ കണക്ടിവിറ്റിയാണ് NH66 എന്ന് പറയുന്നത്. അതിലേക്കുള്ള റോഡിൻ്റെ വർക്കുകൾ അവസാന ഘട്ടങ്ങൾ വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ രൂപത്തിൽ നമ്മൾ പലപ്പോഴായിട്ടും അപ്ഡേഷൻ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുന്ന ഈ പറയുന്ന എൻഡ് പോർഷനിൽ ഏകദേശം ഈ ബ്രിഡ്ജിൽ നിന്നും ഇതുവരെ ഏകദേശം 139 മീറ്റർ 150 മീറ്ററോളം ഏകദേശം പ്ലസ് ഓർ മൈനസ് കാണും. കാരണം ടോട്ടൽ ഈ പറയുന്ന 1500 മീറ്റർ ഈ ബ്രിഡ്ജിൻ്റെ സ്റ്റാർട്ടിങ് വരെയാണ്. കാരണം നമ്മുടെ ഈ പറയുന്ന NH66 നോക്കുമ്പോൾ ബ്രിഡ്ജ് ഇവിടെയുണ്ട്. ഈ ബ്രിഡ്ജ് വരെ ഏകദേശം ബ്രിഡ്ജിൻ്റെ സ്റ്റാർട്ടിങ്, അതായത് നിലവിൽ എൻഡല്ല നമുക്ക്, പക്ഷേ NH66 നോക്കുമ്പോൾ ബ്രിഡ്ജിൻ്റെ എൻഡാണ്. എൻഡ് വരെയാണെങ്കിൽ ഏകദേശം 150 മീറ്ററാണ് കാണുന്നത്. അപ്പോൾ 139 മീറ്ററാണ് മെഷർമെൻറ്റിൽ കാണുന്നത്. ടോട്ടൽ 1500 മീറ്റർ വരെയാണ് ബ്രിഡ്ജ് വരെ കംപ്ലീറ്റ് ആയിട്ട്. ടോട്ടൽ ഇനിയുള്ളത് 200 മീറ്ററാണ്. 200 മീറ്ററിൽ ബ്രിഡ്ജ് ഉൾപ്പെടെയാണെങ്കിൽ ഏകദേശം 50-60 മീറ്റർ ബ്രിഡ്ജുണ്ട്.
അതുൾപ്പെടെയാണെങ്കിൽ 130, 140 അല്ലെങ്കിൽ 150 മീറ്റർ മോളാണ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അതിൻ്റെ നമ്മൾ ഈ കാണുന്ന പോലെ ഒരു ബ്ലാക്ക് കളർ കാണുന്നത് ടാറിങ്ങിൻ്റെ വർക്കുകളാണ് അവിടെ നടക്കുന്നത്. നമുക്ക് ആ ടാറിങ് എത്ര മീറ്റർ ആണെന്നും തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും. ഏകദേശം 100 മീറ്ററിനടുത്ത് ടാറിങ് ഇപ്പോൾ നിലവിൽ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് ഈ മെഷർമെൻറ്റ് രൂപത്തിൽ നമ്മൾ കണ്ടുള്ളൂ. ഇനി ഈ സൈറ്റിൽ പോയാൽ തന്നെ നമുക്ക് അറിയാനായി സാധിക്കും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ ടാറിങ്ങിന് മുന്നോടിയായിട്ടുള്ള വർക്കുകളെല്ലാം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഇത് ഈ പറയുന്ന NH66 അണ്ടർപാസിൻ്റെ സൈഡിലുള്ള വർക്കുകളാണ്. അപ്പോൾ ആ മെഷർമെൻറ്റ് കൂടി ഈ സാറ്റലൈറ്റ് വ്യൂ നോക്കുമ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഈ കാണുന്ന പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് നിലവിൽ നടക്കുന്ന വർക്കിംഗ് സ്റ്റാറ്റസ്. നിലവിൽ നമ്മൾ ഈ കാണുന്ന വിഴിഞ്ഞം ഹാർബർ നമുക്ക് തൊട്ടടുത്തായിട്ട് കാണാൻ സാധിക്കും. ധാരാളം വള്ളങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ നമ്മളെ ഈ പറയുന്ന പോർട്ട് മുതൽ വിഴിഞ്ഞം ഹാർബർ വരെ ജസ്റ്റ് ഒന്ന് മെഷർമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 342 മീറ്ററാണ് നിലവിൽ ഇവിടെ ഉള്ളത് കേട്ടോ. ഈ പോർഷൻ ഇപ്പോൾ നിലവിൽ വർക്കൊന്നും ഇവിടെ ഇല്ല. നിലവിൽ ധാരാളം വള്ളങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വള്ളങ്ങൾ പാർക്ക് ചെയ്യുന്ന ഈ പോർഷൻ എല്ലാം ട്രെഡ്ജ് ചെയ്ത മണൽ ഉപയോഗിച്ച് നികത്തി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഇത് ഉപകാരപ്പെടുത്താനായി സാധിക്കും. കാരണം ഈ ധാരാളം ഈ പറയുന്ന വലിയ വലിയ കപ്പലുകൾ മീൻസ് ഈ പറയുന്ന ക്രൂയിസ് കപ്പലുകൾ നമ്മുടെ പോർട്ടിലേക്ക് വരുന്ന സമയത്ത്, അതുപോലെ തന്നെ പറഞ്ഞ ആഡംബര വള്ളങ്ങൾ, നിലവിൽ ഈ പറഞ്ഞ ബോട്ടുകൾ, ഇതെല്ലാം വരുന്ന സമയത്ത് നമുക്ക് ഈ സൈഡിലായിട്ട് നമുക്ക് പാർക്കിംഗ് ഉൾപ്പെടെയുള്ള ഫെസിലിറ്റീസ് കൊടുക്കാനായി സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതിനു വേണ്ടിയുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു ആലോചന ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് നമുക്ക് ചെയ്യാനായി സാധിക്കും. കാരണം ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഈ വിഴിഞ്ഞം പ്ലേസിലെല്ലാം നല്ല ആഴമുള്ള പ്ലേസ് തന്നെയാണ്. ഇവിടെയും നല്ല ആഴം തീർച്ചയായിട്ടുമുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് നിലവിൽ ഈ കുറച്ച് വള്ളങ്ങൾ മാത്രമാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ബ്രേക്ക് വാട്ടറിൻ്റെ സൈഡിൽ ഈ പോർഷൻസ് എല്ലാം നമുക്ക് അഡീഷണൽ ആയിട്ട് ബെർത്ത് പോലെ അല്ലെങ്കിൽ ഒരു ഷെൽട്ടർ പോലെ സ്ഥാപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള വിനോദസഞ്ചാരികൾക്ക് ധാരാളമായിട്ടുള്ള യോട്ടുകൾ, ഈ നമ്മുടെ ദുബായിലെ കാണുന്ന പോലെ അങ്ങനെ തന്നെയാണ് പറയുന്നത് തോന്നുന്നു, അതുപോലുള്ള ധാരാളം ബോട്ടുകൾക്ക് ഇവിടെ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതിലൂടെ ടൂറിസ്റ്റ് രംഗത്തും നമുക്ക് വളരെ വലിയ കുതിച്ചുചാട്ടത്തിന് ചാൻസ് വളരെ കൂടുതലാണ്. 2028 ആകുന്ന സമയത്ത് തീർച്ചയായിട്ടും അപ്പോഴാണ് നമ്മുടെ പോർട്ടിൻ്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയി കഴിയുക. ഇതാണ് നമ്മുടെ പോർട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സാറ്റലൈറ്റ് വ്യൂ എന്നുള്ള മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ പോർട്ട് റിലേറ്റുള്ള ഫാമിലി ഒരു മെമ്പറായി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.